ഞങ്ങൾ തിരുപ്പതിക്ക് ട്രെയിനിലാണ് പോകുന്നത്. ട്രിവാൻഡ്രം ന്യൂഡൽഹി കേരള എക്സ്പ്രസ്സിലാണ് പോകുന്നത്. 4:45 PM. ട്രെയിൻ ഓൺ ടൈം ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കയറി യാത്ര തിരിച്ചു. പിറ്റേ ദിവസം രാവിലെയാണ് അവിടെ എത്തുന്നത്. അത് ഒരു 4:30 ആയപ്പോഴത്തേക്ക് മോർണിംഗ് 4:30 ആയപ്പോഴത്തേക്ക് എത്തി. അവിടെ ഓൾറെഡി റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭീമാസ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലാണ്. അവിടെ റൂമൊക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, കുഴപ്പമൊന്നുമില്ല. അവിടെ രാവിലെ ചെന്നു. കുളിയൊക്കെ കഴിഞ്ഞ് പോവാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഡ്രസ്സ് ചെയ്താൽ മതി. ഞങ്ങൾ ഡ്രസ്സ് ചെയ്തു, റെഡിയായി പോകാനായിട്ട് തയ്യാറെടുത്തു. ഞങ്ങൾക്ക് ദർശനം കിട്ടിയിരിക്കുന്ന 1 മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ താഴെ ഉള്ള പത്മാവതി ടെമ്പിളും പിന്നെ വേറൊരു ക്ഷേത്രം കൂടിയുണ്ട്, തിരുപ്പതി ഭഗവാന്റെ തന്നെ വേറൊരു ക്ഷേത്രം കൂടിയുണ്ട്, അവിടെയും പോകാമെന്ന് വിചാരിച്ചു. അത് ഗോവിന്ദരാജ ടെമ്പിളാണ്. അപ്പോൾ അവിടെയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. അത് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കും പുറത്തേക്ക് എഴുന്നള്ളിച്ചു. കണ്ടില്ലേ, ഇവിടെ നമ്മളിവിടെ ശിവേരി എന്നൊക്കെ പറയുന്ന പോലെ എന്ന് തോന്നുന്നു. ആനപ്പുറത്ത് കയറ്റിയല്ല, ആന അവിടെ ഉണ്ട്, പക്ഷേ ഇത് ഒരു എന്താ പറയുക, ഒരു രഥമല്ല, ഇങ്ങനെ പല്ലക്ക് പോലത്തെ ഒരു സംഭവത്തിലാണ് എടുത്തുകൊണ്ട് വരുന്നത്. അത് കണ്ട് തൊഴുതു, എന്നിട്ട് അകത്ത് കയറിയും തൊഴുതു. അപ്പോഴത്തേക്കും ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നേരെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അവിടെ ഉള്ളൊരു ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഞങ്ങൾ ഗീ റോസ്റ്റും കോഫിയാണ് പറഞ്ഞത്, വടയും. അപ്പോൾ ഗീ റോസ്റ്റ് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. കണ്ടില്ലേ, നല്ല ഫുഡായിരുന്നു കേട്ടോ അവിടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഈ കാണുന്നത് പത്മാവതി ടെമ്പിളിൻ്റെ പ്രവേശന കവാടമാണ്. കണ്ടില്ലേ, നല്ല വലിയ ക്ഷേത്രമാണ്. അവിടെ നിന്ന് ഞങ്ങൾ വേഗം റൂമിൽ വന്നു. എന്നിട്ട് കുറച്ച് നേരം ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടാണ് വീണ്ടും പോയത്. ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടാണ് പോയത്. ചുരിദാറൊക്കെ സാരി മാറ്റി ചുരിദാറാക്കി. കാരണം ഇവിടെ ഈ തിരുപ്പതി മലയുടെ മുകളിൽ ചിലപ്പോൾ കുറച്ച് വെയിറ്റിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിത് തിരുമല ബാലാജി ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് റെഡിയായി. കണ്ടോ, ഞങ്ങൾ താഴേന്ന് ബസ്സിലാണ് പോകുന്നത്. ഇതിനു മുമ്പൊക്കെ ജീപ്പ് എടുത്തിട്ടാണ് പോയിരുന്നത്. അന്ന് കസിൻസൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പം കുഴപ്പമില്ല. ഇതിപ്പോൾ ഞങ്ങൾ 2 പേരും മാത്രം ആയതുകൊണ്ട് ബസ്സിലാണ് പോകാമെന്ന് വെച്ചു. ഇത് നമ്മൾ കുറച്ചങ്ങ് ദൂരം ചെല്ലുമ്പോഴത്തേക്കും അവിടെ എല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് എല്ലാവരെയും ബസ്സിൽ നിന്നും വണ്ടിയിൽ നിന്ന് കാറിൽ നിന്നും ഒക്കെ ഇറക്കി ചെക്ക് ചെയ്യും. അതിൻ്റെ ആ ഏരിയയാണ് ഈ കാണിക്കുന്നത്. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ബസ്സിൽ നിന്ന് എല്ലാവരെയും ഇറക്കിയിട്ട് അവിടെ ഒരു ചെക്ക് ചെയ്യുന്ന ഒരു കൗണ്ടറുണ്ട്. അവിടെ എല്ലാവരെയും ചെക്ക് ചെയ്തിട്ട് വണ്ടി അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് വീണ്ടും കയറ്റിയാണ് തിരുമല എത്തുന്നത്. കണ്ടില്ലേ, ഞങ്ങളത് ബസ്സിൽ നിന്ന് ഇറങ്ങി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വെയിറ്റ് ചെയ്യുക, നമ്മുടെ ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. കാറാണെങ്കിൽ കാറിൽ നിന്ന് ഇറക്കി, ജീപ്പാണെങ്കിൽ അങ്ങനെ, അതുപോലെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറി യാത്ര തുടങ്ങി. കണ്ടോ, ഇരുവശവും കാടാണ് കേട്ടോ, ഭയങ്കര കാടാണ്. പക്ഷേ ഇപ്പോൾ ഈ സമ്മർ സീസൺ ആയതുകൊണ്ടായിരിക്കും ഇലയൊക്കെ പൊഴിഞ്ഞ് അങ്ങനത്തെ ഒരവസ്ഥയിലാണ് മരങ്ങളൊക്കെ. കുറേയൊക്കെ ദൂരെ ഒരുപാട് ഹെയർ പിൻ ബെൻറ്റ് പോലെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ തിരിഞ്ഞ് കയറി വേണം അറ്റത്തെ മല മുകളിലെത്താനായിട്ട്. അതായത് സപ്തഗിരി എന്നാണല്ലോ പറയുന്നത്. 7 മല കയറി പോകുന്ന അങ്ങനെ എന്തോ ആണ്. അത്രയും ഹൈറ്റിലേക്ക് ഒരു 19 കിലോമീറ്ററോളം ഉണ്ട് താഴേന്ന് ഈ മലമുകളിലേക്ക് ക്ഷേത്രത്തിനവിടേക്ക്. അപ്പോൾ ഇത്രയും ദൂരവും നടന്നു കയറുന്നവരുമുണ്ട്. നടന്ന് കയറുന്നവർക്ക് നേരെ ചെല്ലുമ്പോഴത്തേക്കും അതിലും ക്യൂ ഉണ്ട്. ദർശനം അങ്ങനെ ഫ്രീ ആയിട്ട് സർവ്വദർശനം എന്ന് പറഞ്ഞിട്ട് ജനറലായിട്ട് ഉള്ള ദർശനമുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഞങ്ങൾ 3 months മുന്നേ ബുക്ക് ചെയ്തതാണ് ഓൺലൈനിൽ. ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ ആവുന്നത് അപ്പോഴേ ഓപ്പൺ ആവുള്ളൂ. അത് പെട്ടെന്ന് തന്നെ നിമിഷ നേരം കൊണ്ട് തന്നെ അത് ഫുള്ളായി പോകും. ഈ സേവ എന്ന് പറഞ്ഞ ബുക്കിംഗ് ഉണ്ട്. അതായത് കല്യാണ സേവ, സഹസ്രദീപാലങ്കാര സേവയുടെയാണ്. ഇതാണ് അതിൻ്റെ സ്ഥലം. സഹസ്രദീപാലങ്കാര, അവിടെ ദീപങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ട്. അതൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മാക്സിമം പോയാൽ 1.5 മണിക്കൂർ 2 മണിക്കൂറിനകം ദർശനമൊക്കെ കഴിഞ്ഞ് പോരാം. ഞങ്ങളിതിന് മുമ്പ് പോയപ്പോഴൊക്കെ അങ്ങനെ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഇത്തവണയും ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 3/4 മണിക്കൂറൊക്കെ എടുക്കും താഴെ നിന്ന് ബസ്സിന് മുകളിലെത്താനായിട്ട്. മാക്സിമം പോയാൽ അത്രേ എടുക്കുള്ളൂ. എന്നിട്ട് ഞങ്ങളിപ്പം അവിടെ ക്ഷേത്രത്തിൻ്റെ മുൻപിലെത്തി. ഇനിയും അവിടെ കൗണ്ടറിൽ റിപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്താൽ മതി, നമുക്ക് ഇരിക്കാം. എന്നിട്ട് ഫുഡൊക്കെ അവിടെ കിട്ടും. അത് കഴിഞ്ഞിട്ട് സമയമാകുമ്പോൾ നമുക്ക് ആ ക്യൂവിൽ അങ്ങോട്ട്
പോകാം. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ടൊക്കെ ദർശനവും കഴിഞ്ഞ് നമുക്ക് തിരിച്ചിറങ്ങാം. ഞങ്ങൾ നേരത്തെ എപ്പോഴും ഒരു റിപ്പോർട്ട് ചെയ്യാനൊരു 1-2 മണിക്കൂർ മുമ്പ് പറയും. അത് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് മാക്സിമം ഒരു 2-2.5 മണിക്കൂറിനകം നമുക്ക് ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരാം. ഇത് വൈകുന്നേരം ഒരു 4:30 ആയപ്പം അവിടെ ഒരു ഫ്രണ്ടിൽ ഒരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു മണ്ഡപം പോലെ ഉണ്ട്. അവിടെ ഈ സഹസ്രദീപാലങ്കാര സേവയ്ക്കുള്ള ആൾക്കാരാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഇതിനു മുമ്പ് പോയപ്പോൾ ഈ സേവയാണ് എടുത്തിരുന്നത്. ഇവിടെ തിരുപ്പതി ഭഗവാനും ഭക്തിമാരോടുകൂടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയേക്കുവാണ്. എന്നിട്ട് ഈ ഊഞ്ഞാലാട്ടമൊക്കെ കഴിഞ്ഞിട്ടാണ് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ആ സമയത്ത് നമ്മൾക്ക് ഈ സേവ ബുക്ക് ചെയ്തേക്കുന്നവർക്ക് അതിൻ്റെ പുറകെ പോയിട്ട് ദർശനത്തിന് കയറാം. അപ്പോഴും നമ്മൾ ക്യൂ അവിടെ എത്തുമ്പോൾ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ എടുക്കും. ഇതിനിടയ്ക്ക് നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ പല സ്ഥലത്തും ചെക്കിംഗ് ഉണ്ട്. നമ്മുടെ ആധാർ കാർഡും പിന്നെ നമ്മളുടെ ബുക്കിങ്ങും ഇതെല്ലാം കറക്റ്റാണോ എന്നൊക്കെ നോക്കാനായിട്ട് പല സ്ഥലത്തും ആൾക്കാരിയ്ക്കുന്നുണ്ട്. അതങ്ങനെ ഞങ്ങൾ ദർശനമൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങിച്ച് തിരിച്ച് പോരുകയാണ്. അവിടെ നിന്ന് തന്നെ ബസ്സുണ്ട് താഴെ തിരുപ്പതി താഴത്തേക്ക്. അപ്പോൾ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം AC ബസ് ഇങ്ങനെ ഇഷ്ടംപോലെ AC ബസ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ കയറി കഴിഞ്ഞാൽ തിരിച്ച് താഴോട്ട് വരാം. സാധാ AC അല്ലാത്ത നോൺ AC ബസ്സിനാണെങ്കിൽ 90 രൂപയാണ് ചാർജ്. AC ബസ്സിന് 110 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് AC ബസ് കിട്ടി. അപ്പോൾ അത് ഫുള്ളാവണ അനുസരിച്ചിട്ട് അവർ അടുത്ത ബസ്സിടും. അങ്ങനെ ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ജീപ്പിൽ പോരാം. പക്ഷേ ജീപ്പിൽ ഭയങ്കര കുടുക്കമൊക്കെയാണ്. ഇത് ഈ കുറേ ഹെയർ പിന്നുണ്ട്. അതൊക്കെ ഇറങ്ങി വേണമല്ലോ താഴെ എത്താൻ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. നല്ല രസമാണ് 2 വഴിയും കാണാനായിട്ട്. ഇതിനു മുമ്പൊക്കെ രാത്രിയാവും ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ. ദർശനത്തിൻ്റെ സമയത്തിന് വ്യത്യാസമുണ്ടല്ലോ അങ്ങനെ. പക്ഷേ ഇതിപ്പം ഞങ്ങൾ താഴെ എത്തിയപ്പോൾ തന്നെ ഒരു 6 മണി 5:30 കഴിഞ്ഞപ്പോഴത്തേക്കും താഴെ എത്തി. കണ്ടോ, ഹെയർ പിൻ ഇറങ്ങി വരികയാണ്. താഴെ കുറച്ച് ദൂരം എത്തുമ്പോൾ തന്നെ നമുക്ക് കാണാം താഴത്തെ ഓരോ ഫ്ലാറ്റുകളും ഒക്കെ. ആ ഒരു ടൗൺഷിപ്പ്, തിരുപ്പതിയുടെ ടൗൺഷിപ്പ് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ താഴെ റൂമിലൊക്കെ വന്നു, റെസ്റ്റ് എടുത്ത് വന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പം നമ്മൾ എല്ലാ ക്ഷേത്ര ദർശനവും കഴിഞ്ഞു. അപ്പോൾ ഈ ഗോവിന്ദരാജ ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനെ നഗരപ്രദക്ഷിണം പോലെ വന്നിരിക്കുക. പല്ലക്കിൽ ഭഗവാനെ എടുത്തുകൊണ്ട് വന്നിരിക്കുക. കണ്ടോ, അത് കൊണ്ടുപോവുകയാണ്. അന്ന് റൂമിൽ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം ഏർലി മോർണിംഗ് ഞങ്ങൾ തിരിച്ചു പോന്നു. തിരിച്ചും ഞങ്ങൾ കേരള എക്സ്പ്രസ്സിൽ തന്നെയാണ് പോകുന്നത്.